ഹായ് ഹലോ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ സേമിയ ടോഫി പായസം തയ്യാറാക്കാം എന്ന് നോക്കാം. എല്ലാവർക്കും നൂർജു കിച്ചണിലേക്ക് സ്വാഗതം. ഈ ടോഫി പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് കുക്കറോ അല്ലെങ്കിൽ ടോഫി കടയിൽ നിന്ന് മേടിക്കുകയോ ഒന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഈ ഒരു ടോഫി സേമിയ പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും മുന്നേ ഇട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് കൂടി തന്നെ കിട്ടും. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് അടി കട്ടിയുള്ള ഏതൊരു പാത്രത്തിലും ഉണ്ടാക്കട്ടോ. ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തത്. ഈ പാത്രം നല്ലോണം ചൂടായതിന് ശേഷം ഒരു സ്പൂണോളം പശു നെയ്യ് ഒഴിച്ചെടുത്ത്. പശുവിൻ നെയ്യോ RKG നെയ്യൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ നെയ്യ് നല്ലോണം ചൂടായതിന് ശേഷം ഈ സേമിയ ഒന്ന് വറുത്തെടുക്കുക. ഇവിടെ ഞാൻ 1 ലിറ്റർ പാലുകൊണ്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കുന്നത്. അതിലേക്ക് 250 ml ഒരു കപ്പിന് അളന്നെടുത്ത സേമിയാണിത്. 1 ലിറ്റർ പാലിന് ഈ ഒരു സേമിയ കണക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന സേമിയ നീളമുള്ള സേമിയ ആണെങ്കിൽ കൈകൊണ്ടൊന്ന് പൊട്ടിച്ച് കൊടുത്താൽ മതി. ഇത് ചെറുതായി റോസ്റ്റ് ചെയ്ത് വരുന്ന സേമിയം തന്നെയാണ് കേട്ടോ. ചെറിയൊരു പാക്കറ്റ് ആയിരുന്നു. അതിൽ 250 ml കണക്കായിട്ട് തന്നെ ഉണ്ടായിരുന്നു ആ ഒരു സേമിയ. റോസ്റ്റഡ് സേമിയ ആണെങ്കിലും അല്ലെങ്കിലും നെയ്യിലൊന്നും ഇങ്ങനെ വറുത്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം ഈ ഒരു സേമിയ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊരു ചെറിയ ഗോൾഡൻ കളറായി വന്നപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫാക്കിയാണ്ട് ഇതിൽ നിന്ന് സേമിയ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് ഭാഗം വീഡിയോയിൽ കിട്ടാത്തതായിട്ടുണ്ടായിരുന്നു. അത് നല്ല വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സേമിയ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ഒന്ന് വിതറി കൊടുത്തിട്ട് ആ ഒരു പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. ചെറിയൊരു ഗോൾഡൻ കളറായാൽ മതി. ഒരുപാടങ്ങ് ഗോൾഡൻ കളറായി വന്നാൽ നമുക്ക് ഈ പഞ്ചസാരയുടെ ഒരു കയ്പ്പ് ഈ പായസത്തിന് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ കളറ് ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞിട്ട് ഒന്ന് ഗോൾഡൻ കളറായാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ബോട്ടിൽ മിൽക്ക് മേഡാണ്. അതിൻ്റെ പകുതിയോളം നമ്മളിങ്ങനെ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാണുന്ന ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് കട്ട പിടിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് ഇതിനോടൊപ്പം തന്നെ ചൂടായി വരുമ്പോൾ അതങ്ങ് മെൽറ്റായി പോയിക്കോളും. അതൊന്നും നിങ്ങൾ കണ്ടിട്ട് ഇനി പേടിക്കേണ്ട, പായസം കുളമായിപ്പോയെന്നൊന്നും കരുതണ്ട. ഇതെങ്കിലും തന്നെയാണ്, നല്ല ടേസ്റ്റിൽ തന്നെ വരും. അപ്പോൾ ഇത്രയും ഭാഗം ഈ ഒരു വീഡിയോയിൽ കിട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞങ്ങൾ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തും കൊണ്ടേ ഇരിക്കണേ. ഈ ഒരു മിൽക്ക് മേഡും ഈ പഞ്ചസാരൻ്റെ മെൽറ്റായതും കൂട്ടിങ്ങാണ്ട് കുറച്ച് ഒരു മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തും കൊണ്ടേ ഇരുന്നാൽ മതി. മിൽക്ക് മേഡിന് പകരം ഞങ്ങൾ ഇവിടെ എടുത്തത് മിഠായി മേറ്റാണ് കേട്ടോ. അത് ചേർക്കുന്നതിനെ കൊണ്ട് പായസത്തിൽ നമ്മളൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കൂലേ. ഈ ഒരു മിഠായി മേറ്റായതിനെ കൊണ്ട് നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. മിൽക്ക് മേഡ് എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് പായസത്തിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാനും മറന്നു പോകരുത്. ഇങ്ങനെയൊന്ന് കുറച്ചങ്ങ് ഇളക്കി കൊടുത്തപ്പോഴേക്കും നമ്മുടെ പായസത്തിലേക്കുള്ള ഈ ഒരു ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുത്തു. ഇനി ടോഫി ഉണ്ടാക്കാനായിട്ട് കുക്കറൊന്നും വേണ്ട. ചെറിയ ഫ്ലെയിമിലാട്ടോ ഈ ഒരു ടോഫി ഇവിടെ തയ്യാറാക്കിയത്. ഇനി ഈ തയ്യാറാക്കിയ ഈ ടോഫിയിലേക്ക് 2 സ്പൂണ് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തതൊന്ന് ഇളക്കിയിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അത് പെട്ടെന്ന് നമ്മൾ ഈ ഒരു ചൂടായി കിടക്കുന്നതിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ നമ്മളെ മേലേക്ക് തെറിക്കും, അപ്പം പൊള്ളും, കൈയൊക്കെ പൊള്ളും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ പാൽ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചതാണ്. ഇനി നല്ലോണം പാൽ തിളക്കട്ടെ. അപ്പോൾ പാൽ അവിടെ നിന്ന് തിളയ്ക്കട്ടെ. നമ്മൾ ഇതുവരെ വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം മെയിനായിട്ട് നമുക്ക് എൻ്റെ ഇത്തയും മക്കളും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആ ഒരു തിരക്കിലായി പോയതുകൊണ്ടാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ വ്യൂവേഴ്സ് കുറവായതുകൊണ്ട് തന്നെ അത് അധികാർക്കും അറിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വീണ്ടും ഈ ഒരു വീഡിയോയിൽ കൂടെ പറയണത്. അപ്പോൾ ഇത്ത നാട്ടിൽ വന്നപ്പോൾ ഇത്ത ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു കിടിലം പായസമായിരുന്നു ഇത്. അന്ന് ഉണ്ടാക്കിയ സമയത്ത് വീഡിയോ എടുത്തു വെച്ചതാണ്. ഇന്നാണ് ഇതിന് വോയിസ് ഒക്കെ കൊടുക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് തുടർച്ചയായിട്ട് അങ്ങനെ വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാൽ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിം ആക്കി വെക്കണേ. എന്നിട്ട് വേണം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ സേമിയ ചേർത്ത് കൊടുക്കാൻ.
അപ്പോൾ സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഈ ഒരു പാലിൽ കിടന്നിട്ട് സേമിയ നല്ലോണം വെന്ത് വരണം. ഈ സമയത്ത് നമ്മൾ പായസത്തിൽ മധുരമൊന്നും ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഇതിൽ നമ്മൾ മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള മിൽക്ക് മേഡ് ഉണ്ടല്ലോ, പകുതിയാണല്ലോ നമ്മൾ ടോഫി ആക്കിയത്, പകുതി ലാസ്റ്റ് ചേർത്ത് കൊടുക്കും. എന്നിട്ട് മധുരം വേണമെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കായ നല്ലോണം തൊലിയൊക്കെ പോക്കി ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കയ്യിൽ ഏലക്കായൻ്റെ പൊടിയാണ് ഉള്ളതെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് ഇട്ട് കൊടുത്താൽ മതി. ഒക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം പാലൊക്കെ നല്ലോണം തിളച്ച് ഇതിൽ കിടന്ന് ഈ സേമിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട്, ഞാൻ ഈ ഒരു പായസത്തിന് മിൽക്ക് മേഡല്ല എടുത്തത്, മിഠായി മേറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ എടുക്കുമ്പോൾ മിൽക്ക് മേഡാണ് എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഇതിലൊരു ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നാലാണ് നമ്മളെ പായസത്തിന് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലുള്ള ഈ ബാക്കി വന്ന മിഠായി മേറ്റ് ഫുള്ള് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തേ. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മധുരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 3 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി ഈ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു പായസത്തിന് നല്ല പാകം മധുരമായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിന് പകരം മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അതന്നെ ഒഴിച്ച് കൊടുത്ത് കണക്കാക്കി എടുത്താലും മതി. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ മതി. നല്ല കുറുകിയ പായസമായിട്ട് വരും ചൂട് തണിഞ്ഞാൽ കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ആക്കണോ. ഇത് ഒരുപാട് അങ്ങ് ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുത്താൽ നമ്മൾ ചൂട് തണിയുന്ന സമയത്ത് ഒന്നുകൂടെ അങ്ങ് തിക്കായി പോകും. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുക. ഇനി ഈ പായസം ഒന്ന് വറവ് ചെയ്യണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് 1 സ്പൂണ് പശുവിൻ നെയ്യാണ് ഒഴിച്ച് കൊടുത്തത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് അണ്ടിമുന്തിരി, അതൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്, ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് അതുപോലെ തന്നെ കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരി കഴുകി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മുന്തിരി ഒന്ന് വീർത്ത് വന്ന് കഴിഞ്ഞാൽ ഇത് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ ടോഫി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കിഡിലൻ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. കുടിച്ചാൽ ഒരിക്കൽ കൂടെ ചോദിച്ച് വാങ്ങി കുടിക്കാൻ തോന്നുന്ന നല്ലൊരു പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ലൈക്കും കൂടെ തരാൻ മറക്കല്ലേ കേട്ടോ. ഈസി ആയിട്ടല്ലേ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ടോഫി പായസം ഉണ്ടാക്കുന്നത് കണ്ടത്. നല്ല ക്രീമി ആയിട്ടുള്ള ടോഫി എത്ര പെട്ടെന്ന് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. കമൻറ്റ് ബോക്സിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ. ഞങ്ങൾ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ടോഫി സേമിയ പായസം ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഒന്നങ്ങ് ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചൂട് തണിഞ്ഞതിന് ശേഷമാണ് ഇത് നല്ല പാകമായിട്ടുള്ള തിക്നെസ്സിൽ വരാന്ന്. അപ്പോൾ ഇവിടെ നല്ല പാകത്തിൽ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. വീണ്ടും വീണ്ടും ടേസ്റ്റ് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.